വായയിലിങ്ങനെ കയ്പ്പ് രസം വരിക, ഭക്ഷണത്തിനൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല. നമ്മൾ പലതരത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വായ കഴിക്കും, നല്ല രീതിയിൽ ബ്രഷൊക്കെ ചെയ്യും, പക്ഷേ ഇത് മാറിക്കിട്ടില്ല. പല ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ വായിലുണ്ടാകുന്ന കഴിപ്പ്. ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ കേസുകളുണ്ടായിരിക്കും, ചിലപ്പോൾ മുതിർന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും ഈ പ്രശ്നം, ഇല്ലെങ്കിൽ കയ്പ്പ് രസം അല്ലെങ്കിൽ ഈ രുചിയില്ലാത്ത പ്രശ്നങ്ങൾ, ടേസ്റ്റ് ബഡിന് വരുന്നൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കയ്പ്പ് രസം എന്തെങ്കിലും അസുഖത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണോ? ഈ കയ്പ്പ് രസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ, നമ്മളത് വലിയ രീതിയിൽ കാര്യഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടോ, ഇത് എന്തുകൊണ്ടൊക്കെ കാരണമായിട്ട് വരും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രുചി കുറവുള്ള ആളുകൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കയ്പ്പ് രസം വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. നമുക്കറിയാം പല ആളുകളും പൊതുവേ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസുകൾ, ഒട്ടുമിക്ക ആളുകൾ ഇന്നത്തെ കാലത്ത് ഒരു കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പനിയുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒരടയാളമാണ് ഈ പറഞ്ഞിട്ടുള്ള കയ്പ്പ് രസം വരിക എന്നുള്ളത്. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറോ, നമ്മൾ പൊതുവേ ഒരു കയ്പ്പ് രസമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്രഷ് നല്ലോണം ചെയ്യും അല്ലേ. ചിലപ്പം 3, 4, 5 നേരമൊക്കെ എന്ത് ചെയ്യും, ബ്രഷ് ചെയ്യും. ചിലപ്പോൾ അത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടും, ചിലപ്പം പേസ്റ്റ് ഡിഫറെൻറ്റ് പേസ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ട്, അങ്ങനെ പല തരത്തിൽ നമ്മൾ ക്ലീനിങ് പ്രോസസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കും. പല്ലിലെവിടെയെങ്കിലും എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതൊന്നും അല്ലാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യും, ടേസ്റ്റ് ബഡിന് പ്രശ്നം വരും. ഈ പറഞ്ഞ ഒരു മെറ്റാലിക് ടേസ്റ്റ് അല്ലെങ്കിൽ കയ്പ്പ് രസം നമ്മുടെ വായിൽ വരും എന്നുള്ളതാണ്. അതിലൊന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് GER, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആളുകൾ, അതായത് നമ്മുടെ ഭക്ഷണത്തിന് ആസിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് വരുന്ന ഒരു കുഴലുണ്ട്, ഈസോഫാഗസ് എന്ന് പറയും. അപ്പോൾ അതിലേക്ക് റിട്ടേൺ അടിച്ച് പോകുന്നുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. ഒരു പുളിരസമൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കൂടുതൽ സമയം കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആളുകൾക്ക് വരും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരിക, ഓക്കാന വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. അതിന് മാത്രമല്ല അസിഡിറ്റിയുടെ പ്രശ്നം നല്ല ഉണ്ടാകും. പുളിച്ചത് കെട്ടലും നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ പറഞ്ഞ കയ്പ്പ് രസമുള്ള ആളുകൾക്ക്, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണുന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് എന്താ, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് GERD പോലുള്ള അവസ്ഥകളിൽ വായിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഒരു കയ്പ്പ് രസം നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പനിയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തും ഇമ്മ്യൂണിറ്റിക്ക് വീക്കാകുന്ന സമയത്ത് ടേസ്റ്റ് ബഡിന് ചെറിയ ചേഞ്ചസുകൾ വരും, ടേസ്റ്റ് പെർസെപ്ഷനിലൊക്കെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ ഭക്ഷണത്തിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിൽ വെക്കുന്ന സമയത്ത് തന്നെ മടുക്കും, ഭക്ഷണത്തിൽ തീരെ താല്പര്യം കിട്ടില്ല. കാരണം എന്താണ്, ഈ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ടേസ്റ്റ് ബഡിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം കാരണമായിട്ടാണ് ഈ പനി കാരണമായിട്ട്, പ്രത്യേകിച്ച് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് രാത്രി നൈറ്റ് ഫീവർ ഉണ്ടായിരിക്കും. ഈ എസ്പെഷ്യലി UTI പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് ഈവൻ ഒരു 4-5 മണിയാകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, വൈകുന്നേരം 4-5 മണിയാകുന്ന സമയത്ത് ക്ഷീണം തോന്നുക, കിടക്കണം തോന്നുക, ഉള്ളിലൊരു കോച്ചിപ്പിടുത്തം, പനിയൊക്കെ അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള ആളുകളുടെ വായിൽ നല്ല രീതിയിൽ കയ്പ്പ് രസം ഉണ്ടായിരിക്കും. അവർക്ക് വിശക്കൂല, ഭക്ഷണത്തിൽ താല്പര്യം ഉണ്ടാവില്ല, വിശന്നാലും തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും മടുക്കും. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, ഉള്ളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമായിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വീക്കായിട്ട് കാരണമായിട്ട് അല്ലെങ്കിൽ ഫീവർ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകുന്ന ഒരു കയ്പ്പ് രസമാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. എന്തെങ്കിലും വേറെ കയ്പ്പ് രസമാണെന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കരുത്. അതൊരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് അത് മാറ്റി വയ്ക്കരുത്. എന്തോ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മറ്റൊരു റീസൺ. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായിരിക്കും, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹോർമോണൽ ഡിഫറൻസ് എന്ത് ചെയ്യും, ബോഡിയിൽ വരികയും അതിന് അസോസിയേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, ഓക്കാന് വരുന്ന പ്രശ്നങ്ങൾ വരിക, അതുപോലെ കയ്പ്പ് രസം ഉണ്ടായിരിക്കും. അതൊരു ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഫിസിയോളജിക്കൽ ഇഷ്യൂസ്. അവിടെ നമ്മൾ വലിയ അസുഖമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് സിവിയർ ആകുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കണം. കാരണം എന്താണ്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല, അപ്പോൾ കുട്ടിയുടെ വളർച്ചയും അമ്മയുടെ വളർച്ചയൊക്കെ ബാധിക്കും.
അപ്പോൾ അങ്ങനെ രസം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കയ്പ്പ് രസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയാസം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് എന്ത് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തുണ്ടായിരിക്കും. അതുപോലെ ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ, അപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഈ പറഞ്ഞതുപോലെ കയ്പ്പ് രസം ഉണ്ടാവുക എന്നുള്ളത്, ലിവറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമൊക്കെ ആയിട്ടേ. അപ്പോൾ അങ്ങനെ ആക്ച്വലി ഡയറക്റ്റ് ഇഷ്യൂസുകളൊന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ലിവറിന് പൊതുവേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൊതുവേ നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ജോണ്ടിസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിലിറൂബിനൊക്കെ കൂടും നമ്മുടെ സ്കിന്നിന് പുറത്തും. അതേപോലെ തന്നെ കണ്ണിൽ സ്ക്ലീറയിലൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു യെല്ലോയിഷ് കളർ വരിക, അതുപോലെ മൂത്രത്തിൽ യെല്ലോയിഷ് കളർ വരിക, ചിലപ്പം ഒക്കാനം പോലെ അനുഭവപ്പെടും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പലപ്പോഴും അനുഭവപ്പെടും. പക്ഷേ വളരെ രീതിയിൽ കൂടുകയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കയ്പ്പ് രസം ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ നമ്മൾ കയ്പ്പ് രസത്തേക്കാൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ലിവറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ റയറായിട്ടാണെങ്കിലും എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ലിവർ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾ, എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക് പോലെയുള്ള മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ കയ്പ്പ് രസം അല്ലെങ്കിൽ രസം ഒന്ന് കുറയും, ടേസ്റ്റ് ബഡൊക്കെ ഒന്ന് ഡൗൺ ആയ ഒരു അവസ്ഥ വരും എന്നുള്ള. അത് ആക്ച്വലി ആ ഒരു മെഡിസിൻ്റെ ഒരു എഫക്റ്റ് കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. ആ മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുകയും ചെയ്യും പേഷ്യൻറ്റിന്. അപ്പോൾ അത് ചില മെഡിസിൻസ് കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ അപ്പോൾ നിങ്ങൾക്ക് ഒരു കയ്പ്പ് രസം ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ട് പുതിയ ഏതെങ്കിലും മെഡിസിൻ എന്തെങ്കിലും അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ടേസ്റ്റ് ബഡൊക്കെ ചെറിയൊരു പെർസെപ്ഷൻ ഉണ്ടാവുകയും ഈ കയ്പ്പ് രസം നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പോൾ ചില മെഡിസിൻ എടുക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ എസ്പെഷ്യലി ഡയബറ്റിക്കിൻ്റെ കേസിൽ, ഡയബറ്റിക് ഒരു മെറ്റബോളിക് ഡിസീസാണ്, നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഡാമേജ് ആക്കുന്ന സാധനമാണ് ഡയബറ്റിക് പറയാം. എസ്പെഷ്യലി മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ ഈ ഡയബറ്റിക്കിൻ്റെ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് ടേസ്റ്റ്, ഭക്ഷണത്തോടും താല്പര്യം ഉണ്ടായിരിക്കില്ല, നമ്മുടെ ടേസ്റ്റ് ബഡൊക്കെ ആകെ ഒരു ഡൗൺ ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ വരും, ടേസ്റ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് ക്രോണിക് ആയിട്ട് ഡയബറ്റിക് ഉള്ള ആളുകൾ, നമുക്കറിയാം ഡയബറ്റിക് ഉള്ള ആളുകൾ കംപ്ലീറ്റ് ഡാമേജ് ആയിരിക്കും ബോഡിയിൽ. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാവിലും അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഷുഗറുള്ള ആളുകൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷുഗർ നോർമലാക്കുന്ന സമയത്ത് നല്ല മെഡിസിനും ഡയറ്റ് കാര്യമൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടും കുറഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല റീസൺ കൊണ്ട് നമ്മൾ പല്ല് തേക്കാത്ത വായിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമായിട്ട്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ലിവർ ഇഷ്യൂസുകളുള്ളതായിട്ട്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇൻറ്റേർണൽ ഫീവർ ഇൻഫെക്ഷന് കാരണമായിട്ട്, ഇങ്ങനെ പല കണ്ടീഷൻ, ഡയബറ്റിക്കിൻ്റെ കണ്ടീഷൻ, ഇങ്ങനെ പല റീസൺ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വായിൽ കയ്പ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊരു സിംറ്റം, അതൊരു അടയാളമാണ്. ഈ അടയാളം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ചിലപ്പോൾ ഇൻറ്റേർണൽ ഇഷ്യൂസുകൾ എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ അസോസിയേറ്റഡ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, വായക്ക് കയ്പ്പ് രുചിയുള്ള ആളുകൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം അറിയണം. നിങ്ങൾക്ക് പല്ലിൽ എന്തെങ്കിലും കേടുപാടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ഒരു ഡെൻ്റലിനെ കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മറ്റു പല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മുടെ വായയുടെ ഹൈജീൻ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വായയിൽ ഈ പറഞ്ഞതുപോലെ സലൈവ പ്രൊഡക്ഷൻ നടക്കണോ നോക്കണം. നമ്മുടെ വായയുടെ ടേസ്റ്റ് കൂട്ടാനും അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫെക്ഷൻ വരാതെ സംരക്ഷിക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, സലൈവ ഉമിനീര് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എസ്പെഷ്യലി നല്ല ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകൾ, നല്ല പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്താ സംഭവിക്കുക, നമ്മുടെ വായിൽ ഉണ്ടാകുന്ന ഉമിനീര് കുറയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വായ നാറ്റവും ഈ പറഞ്ഞതുപോലെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ സലൈവയുടെ ഉമിനീരിൻ്റെ പ്രൊഡക്ഷനൊക്കെ പ്രോപ്പറായിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നാരങ്ങ വെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കണം എന്നുള്ളത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ റീസൺ നോക്കണം കേട്ടോ. നല്ല അസിഡിറ്റും പുളിച്ചിട്ടുള്ള ആളുകൾ നാരങ്ങ ഓറഞ്ച് കുടിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പുളിച്ചതായിട്ടൊക്കെ കൂടും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുക. ലൈറ്റ് ഫുഡുകളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഭക്ഷണത്തിൽ കുറച്ച് സ്പൈസസുകളൊക്കെ ആഡ് ചെയ്യണത് നല്ലതാണ്. ഈ ഒരു ഇൻഫെക്ഷൻ കുറക്കാൻ, അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നോക്കാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ. എസ്പെഷ്യലി ഭക്ഷണത്തിൽ മഞ്ഞൾ, അതേപോലെ തന്നെ നമ്മളെ ഗ്രാമ്പൂ, പട്ട, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇതൊക്കെ ട്രീറ്റബിൾ ആകുന്ന കണ്ടീഷൻ തന്നെയാണ്, ഇത് മാറിക്കിട്ടുന്ന അവസ്ഥകളൊക്കെ തന്നെയാണ്.
പക്ഷേ അതിനെന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ കാരണം എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതേപോലെ ദിവസം ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ഉറങ്ങുക. നമ്മളിപ്പോൾ പുളിച്ചതകട്ടിലും ഈ രാവിലെ എണീക്കുമ്പോൾ നോക്കാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, നേരത്തെ ഭക്ഷണം കഴിക്കണം. നേരത്തെ ഭക്ഷണം ഇപ്പോൾ ഒരു 10 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു 8 മണി എന്ന സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അപ്പം തന്നെ കിടക്കുകയും ചെയ്യരുത് കേട്ടോ. കുറച്ചൊരു സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം ബെഡിൽ പോയി കിടക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ കിടന്നാൽ എന്ത് ചെയ്യും, പുളിച്ച് തട്ടുന്ന വെള്ളം വരാനും ഓക്കാനും വരാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുളിച്ചത കെട്ടൽ അല്ലെങ്കിൽ ഈ വായിൽ ഉണ്ടാകുന്ന കഴിപ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് കാരണം അറിയണമെന്നേ ഉള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.